അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 11-ാം വാക്യം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വായിക്കാം. എല്ലാവരും ബൈബിൾ എടുത്തോ? എല്ലാവരും എടുത്തോ? ഓക്കെ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഈ സ്ഥലത്തെ യഹൂദർ തെസ്സലോനിക്കായിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. ഇവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. അവർ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുകയും ചെയ്തിരുന്നു. സ്തോത്രം. ഇവിടെ എത്ര പേരുണ്ട് മാന്യന്മാരായിട്ടുള്ളവർ? ഒന്ന് കരമുയർത്താമോ? മാന്യരായിട്ടുള്ളവർ ആരുമില്ലേ? നിങ്ങൾ ആരും ഒറ്റ ആൾ പോലും മാന്യന്മാരില്ലേ? ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇവിടെ വചനം പറയുന്നത് ബെറോയിലുള്ള ജനത തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. കാരണം എന്താ പറഞ്ഞത്? എന്തുകൊണ്ട് അവർക്ക് മാന്യത ഉണ്ടായിരുന്നത്? അവർ വെറുതെ വചനം കേട്ടു പോകുന്നവരല്ല. അപ്പസ്തോലന്മാർ പറയുന്ന കാര്യം ചുമ്മാ അങ്ങനെ കേട്ട് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളഞ്ഞ് അങ്ങോരെങ്ങനെയൊക്കെ പറയും എന്ന് പറഞ്ഞു പോകുന്ന ആളുകളല്ല. പകരം അവരെന്ത് ചെയ്തു? അവരാ വചനം താല്പര്യത്തോടെ സ്വീകരിച്ചു. അവർ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയുവാൻ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അനുദിനം പരിശോധിക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾ പറയുന്ന വചനം പരിശോധിക്കാറുണ്ടോ? സുവിശേഷത്തിൽ ഇവിടെ പറയുന്ന വചനം നിങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ പരിശോധിക്കാറുണ്ടോ? അപ്പോൾ പരിശോധിക്കുന്നെങ്കിൽ നിങ്ങൾ മാന്യന്മാരാണ്. പരിശോധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആരാണ്? നിങ്ങൾ മാന്യന്മാരല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഹാളിലിരിക്കുന്ന എല്ലാവരും മാന്യന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന വചനം നമ്മുടെ ബൈബിളിൽ എടുത്ത്, ഇനി കയ്യിൽ ബൈബിൾ എല്ലാവരുടെയും കയ്യിലുണ്ട്, ഒട്ടുമിക്കവരുടെയും കയ്യിൽ. ഇനി ആരുടെയും കയ്യിൽ ഇല്ലെങ്കിൽ അത് മൊബൈലിലെടുത്ത് വായിച്ചോ, കുഴപ്പമില്ല. നമുക്ക് കാര്യം മനസ്സിലാവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വചനം വായിച്ചാണ് മുന്നോട്ട് പോവുക. ഏതൊരു കാര്യത്തിലും വചനത്തിലൂടെ, ദൈവവചനത്തിന് ഇതിന് അടിസ്ഥാനമുണ്ടോ? അതല്ലാതെ ഒരു വ്യക്തിയുടെ അടിസ്ഥാനത്തിലോ ഒരു വ്യക്തിയുടെ ആശയത്തിലോ അല്ല നമ്മൾ പോകുന്നത്. സ്വർഗത്തിൻ്റെ ആശയത്തിൽ മാത്രമേ നമ്മളൊരു കാര്യത്തിൽ മുന്നോട്ട് പോകത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് വചനം വായിക്കണം എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു കാര്യമാണ് ഗെത്സമനിൽ ക്രിസ്തു പ്രാർത്ഥിക്കുന്നത്, അല്ലെ? യേശു എങ്ങനെ പ്രാർത്ഥിച്ചത്? തീഷ്ണമായ ഒരു പ്രാർത്ഥനയായിരുന്നു കർത്താവ് പ്രാർത്ഥിച്ചത്. എനിക്ക് തോന്നുന്നു പലർക്കോ കാണാപ്പാടം ആ വാക്കുകൾ അറിയാം. എന്താണ്? ഇതെന്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് ദൈവം പ്രാർത്ഥിച്ച, ക്രിസ്തു പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. പ്രധാനമായിട്ടും മത്തായി എഴുതിയിട്ടുണ്ട്, മർക്കോസ് എഴുതിയിട്ടുണ്ട്, ലൂക്കാസ് സുവിശേഷകൻ എഴുതിയിട്ടുണ്ട്. ഇവർ മൂന്ന് പേരും ഈ വിഷയം എഴുതുമ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. മത്തായും മർക്കോസും ഒരുപോലെ തന്നെ എഴുതിയിരിക്കുന്ന വാക്കുകളിൽ പോലും യാതൊരുവിധ വ്യത്യാസവുമില്ല. ലൂക്കാസ് സുവിശേഷകൻ ബാക്കി രണ്ടുപേരും എഴുതാത്ത രണ്ട് കാര്യം കൂടെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് കുറച്ചുകൂടെ കാര്യങ്ങൾ നടന്ന സംഭവം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി. അത് ലൂക്കാസ് സുവിശേഷകന്റെ സുവിശേഷ എഴുത്ത് രീതി നമ്മൾ പരിശോധിച്ചാൽ വളരെ വിശുദ്ധമായി പരിശോധിച്ച് കൃത്യമായി ക്രമമായി നിനക്ക് എഴുതുന്നത് നല്ലത് എന്ന് ഞാൻ കരുതുന്നു എന്നാണ് ലൂക്ക തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ ആദ്യത്തെ വാക്ക്. അല്ലയോ തെയോഫിലോസ്, കാര്യങ്ങളെല്ലാം ക്രമമായി നമ്മുടെ ഇടയിൽ സംഭവിച്ച ഈ വിശുദ്ധ കാര്യങ്ങൾ എഴുതേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ലൂക്ക കുറച്ചുകൂടി റിസർച്ച് നടത്തി കാര്യങ്ങളുടെ വ്യക്തമായ ബോധ്യം എന്ന് വെച്ചിട്ട് മത്തായിക്കും മർക്കോസിനും ഒന്നും ദൈവാത്മാവിലല്ലെന്നോ അവരെഴുതിയത് തെറ്റാണെന്നോ അല്ല. അവരിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതുകൂടെ എഴുതാൻ ലൂക്ക ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കൃത്യമായി ഈ ഒരു ഗെത്സമനിൽ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, നമുക്കൊക്കെ ഗെത്സമനിലെ പ്രാർത്ഥനയെക്കുറിച്ച് ആദ്യം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ ഉണ്ടാകുന്ന രണ്ട് ചോദ്യമുണ്ട്. എന്താ ചോദ്യം? നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദ്യമുണ്ടോ ഗെത്സമനിലെ പ്രാർത്ഥനയെക്കുറിച്ച്? അപ്പോൾ രണ്ട് ചോദ്യം എനിക്ക് ആദ്യമായി വന്ന രണ്ട് ചോദ്യം. ഒന്നാമത്തെ കേസ്, എന്തിനാണ് യേശു പ്രാർത്ഥിച്ചത്? എന്തിനാണ് യേശു പ്രാർത്ഥിച്ചത്? ഇത് ഒന്നാമത്തെ ചോദ്യമായിട്ട് എനിക്ക് വന്നൊരു കാര്യം. കാരണം എന്നെ സംബന്ധിച്ച് യേശു ദൈവമാണ്. അപ്പൊ യേശു ദൈവമാണെങ്കിൽ പിന്നെ യേശു എന്തിനാണ് പ്രാർത്ഥിച്ചത്? രണ്ടാമത്തെ വിഷയം, യേശു അപ്പോൾ ആരോടാണ് പ്രാർത്ഥിച്ചത്? യേശു ആരോടാണ് ആ വിഷയം പ്രാർത്ഥിച്ചത്? ഇങ്ങനെ ഈ രണ്ട് വിഷയം പ്രധാനമായിട്ടും ഈ വചനം വായിക്കുമ്പോൾ ആദ്യമൊക്കെ എന്നെ ഒരുപാട് കുഴക്കിയിരുന്ന ഒരു വിഷയമാണ്. കാരണം ഞാൻ നോക്കുമ്പോൾ യേശു ദൈവമാണെന്ന് എല്ലായിടത്തും നമ്മൾ പറയുകയും ചെയ്യുന്നു, നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇതോടൊപ്പം തന്നെ യേശു മറ്റാരോടോ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ ആ മറ്റാള് ദൈവമല്ല ആണോ? അപ്പോൾ യേശു ദൈവമല്ലേ? ഇങ്ങനൊരു ചോദ്യം വരുന്നു. പിന്നെ എന്തിനാണ് പ്രാർത്ഥിച്ചത്? കാരണം യേശുവിന് ഭൂമിയിലേക്ക് വരുമ്പോഴേ അറിയാം യേശു ഇതിനാണ് വന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? കാൽവരിയിൽ ക്രൂശിതനാകാൻ, നിത്യജീവൻ മനുഷ്യന് നൽകാൻ വേണ്ടി, അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് യേശു വന്നത്. പിന്നെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകറ്റണമേ എന്ന് പറയാനുള്ള കാരണം എന്ത്? യേശു പരസ്യ ജീവിതത്തിലേക്ക് വരുമ്പോഴും, യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോഴും, വചനം മാംസമായി ഭൂമിയിൽ അവതരിക്കുമ്പോഴും, സകല കാര്യങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ യേശുവിൻ്റെ ഉദ്ദേശം മുഴുവൻ അത് തന്നെയാണ്. യേശുവിന് ഇതറിയാം. പഴയ പ്രവചനങ്ങൾ മുഴുവൻ കർത്താവിന് അറിയാം. കാരണം ലൂക്കാസ് സുവിശേഷത്തിൽ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്ന യേശുവിൻ്റെ രണ്ട് ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളിലും പ്രവാചകന്മാരുടെ പുസ്തകത്തിലും എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് ചോദിച്ച യേശുവിനെ നമുക്കവിടെ കാണാം.
അപ്പൊ യേശുവിന് പഴയ നിയമ പ്രവചനങ്ങളിലും ആ വിശുദ്ധ ലേഖനങ്ങളിൽ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ആർക്കറിയാം? യേശുവിന് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഇത് സംഭവിക്കാനുള്ളതാണെന്ന് ക്രിസ്തുവിന് വ്യക്തമായി ബോധ്യമുണ്ടായിരിക്കെ എന്തുകൊണ്ട് ഇത് കഴിയുമെങ്കിൽ മാറിപ്പോകട്ടെ എന്ന പ്രാർത്ഥന യേശു പ്രാർത്ഥിച്ചു എന്നുള്ളത് കൂടെ എന്നെ സംബന്ധിച്ച് ഈ 2 ചോദ്യവും എൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 26-ാം അധ്യായം 36 മുതലാണ് ആ വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അനന്തരം യേശു അവരോടൊത്ത് ഗത്സമനി എന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക. അവൻ പത്രോസിനെയും സെബദിയുടെ 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മളിപ്പോൾ 3 വാക്യങ്ങൾ വായിച്ചു. ഈ 3 വാക്യത്തിലും യേശു ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നില്ല. പകരം ഉണർന്നിരിക്കുക എന്നൊരു വിഷയം മാത്രമാണ് അവിടെ ശിഷ്യന്മാരോട് പറയുന്നുള്ളൂ. അല്ലെ, അങ്ങനെയല്ലേ വായിച്ചു മനസ്സിലായത്? യേശു പ്രാർത്ഥിക്കാൻ പറഞ്ഞോ? ഇല്ല. അപ്പൊ യേശു നമ്മളോട് പ്രാർത്ഥിക്കാനായിട്ട് അവിടെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടില്ല. ഇപ്പോ നമ്മൾ 3 വാക്യം വായിക്കുമ്പോൾ പറഞ്ഞിട്ടില്ല. പിന്നീട് താഴോട്ട് വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. പക്ഷേ ആദ്യത്തെ സമയത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞതായി യാതൊരുവിധ വാക്കുകൾ നമുക്കവിടെ കാണാൻ പറ്റത്തില്ല. ഇതിനു മുമ്പ് ഈ ഗത്സമനിനെ കുറിച്ച് നമ്മൾ ചെറുതായി ഒന്ന് മനസ്സിലാക്കുക. ഗത്സമനി തോട്ടം ആരെങ്കിലും കണ്ടിട്ടുള്ളവരുണ്ടോ ഇവിടെ? ഗത്സമനി തോട്ടം കണ്ടിട്ടുള്ള ഇസ്രായേലിൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നു അഖിൽ ബ്രദർ ഉണ്ട്, അത് ബാക്കില്. ഇവിടെ വേറെ ആരും ഇല്ലാന്ന് തോന്നുന്നു. അരുൺ ബ്രദർ ഉണ്ടായിരുന്നു? ഇല്ല. ഓക്കെ, 2-3 പേരുണ്ട്. എന്തായാലും സന്തോഷം. അപ്പോൾ ഈ ഗത്സമനി തോട്ടത്തിൻ്റെ ഒരു സംഭവം നമുക്കറിയാം. ഗത്സമനി ഈ ഒലിവ് മലയാണ്. ആ ഒലിവ് മലയുടെ താഴ്വാരത്തിലാണ് ഈ ഗത്സമനി തോട്ടം നിൽക്കുന്നത്. താഴ്വാരം എന്ന് പറഞ്ഞാൽ ഒലിവ് മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടി താഴോട്ട് അതിൻ്റെ ഒരു സൈഡിൽ തന്നെ. അപ്പോൾ ഈ ഗത്സമനി തോട്ടം സാധാരണ കർത്താവ് അതിൻ്റെ അപ്പുറത്ത് ശിമയോൻ്റെ ഇത്, അല്ലെങ്കിൽ നമ്മുടെ പീലാത്തോസിൻ്റെ അരമന, അതിൻ്റെ അപ്പുറത്ത് കർത്താവ് മാളിക മുറിയില്ലേ, നമ്മൾ പെന്തക്കോസ്ത നാളിൽ കൂടിയ മാളികമുറി, അതൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് വലിയൊരു മലയിലും, വലിയ മലയൊന്നുമല്ല, നമ്മൾ ഈ പറയുന്നോട്ട് വലിയ കാലിയുമായിട്ടുള്ള മലമുകളൊന്നുമല്ല. നമ്മളൊക്കെ ഇവിടെ നിന്ന് ഈ മല എന്ന് വിചാരിച്ച് ഞാനൊക്കെ ഇസ്രായേലിൽ ആദ്യമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം ഏകദേശം നിരപ്പാണ്. ചെറിയൊരു കുന്ന് അത്രയൊക്കെ ഉള്ളൂ. അവിടെ കാര്യമായ വലിയ മലകളൊന്നുമല്ല. താബോർ മല നല്ല ഉയർന്ന മലയാണ്. പക്ഷേ ഈ മലകൾ, ബാക്കിയുള്ള മലകളൊന്നും അത്ര കുത്തനെയുള്ള മലകളോ വലിയ മലകളോ ഒന്നുമല്ല. എന്തായാലും ഈ ഒരു കെദ്രോൻ താഴ്വര കഴിഞ്ഞ് ആ താഴ്വരയുടെ അപ്പുറത്ത് ഈ പറയുന്ന ഗത്സമനി തോട്ടത്തിലാണ് യേശു പ്രാർത്ഥിച്ചതെന്ന് പറയുന്നു. ഈ ഗത്സമനി തോട്ടത്തെക്കുറിച്ച് മറ്റൊരു ചരിത്രം പറയുന്നത്, ഒരു പക്ഷേ ഇത് സുവിശേഷകനായ മർക്കോസിൻ്റെ തോട്ടമായിരുന്നോ എന്നൊരു ചിന്ത ചില ചിന്തകർ പറയുന്നുണ്ട്. ചിലപ്പോൾ മർക്കോസിൻ്റെ ആയിരിക്കാം എന്നൊരു ചിന്ത പലരും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കാരണം മർക്കോസിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ചില സംശയങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. മർക്കോസ് ഒരിക്കലും യേശുവിൻ്റെ ഡയറക്റ്റ് ശിഷ്യനാണോ? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മത്തായി മർക്കോസ് യേശുവിൻ്റെ ഡയറക്റ്റ് ശിഷ്യനാണെന്ന് ചിന്തയുള്ള പലരും ഉണ്ട്. യഥാർത്ഥത്തിൽ മർക്കോസ് യേശുവിൻ്റെ ഡയറക്റ്റ് ശിഷ്യനല്ല. പക്ഷേ ഈ സിറ്റുവേഷനിൽ മർക്കോസ് ഉണ്ടായോ ഇല്ലയോ എന്നൊക്കെ ചില പണ്ഡിതന്മാർ അതിനെക്കുറിച്ചൊക്കെ സംശയങ്ങൾ പറയുന്നുണ്ട്. അത് ഒരു പക്ഷേ മർക്കോസിൻ്റെ തന്നെയാണോ ഈ ഒലിവ് തോട്ടം, അല്ലെങ്കിൽ ആ ഒരു സംഭവമൊക്കെ അങ്ങനെ സംശയമൊക്കെ ഇങ്ങനെ പറഞ്ഞ ചരിത്ര പുസ്തകങ്ങളുണ്ട് എന്ന് മാത്രം ഞാൻ ഇത്തരത്തിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വയ്ക്കുക. എനിവേ, നമ്മുടെ വിഷയമൊന്നുമല്ല അത്. ഈ ഗത്സമനി തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമൊന്നും യേശു ഈ ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കുക എന്നൊരു വിഷയം പറഞ്ഞിട്ടില്ല, അല്ലേ? എത്ര പേരുണ്ടായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട് ഈ തോട്ടത്തിലേക്ക് പോകുമ്പോൾ? എത്ര പേരുണ്ട് ശിഷ്യന്മാർ? 12 ശിഷ്യന്മാരുണ്ട്. പക്ഷെ 12 പേര് ആ തോട്ടത്തിലുണ്ടോ? ഒരുവൻ കുറവാണ്. 11 ശിഷ്യന്മാർ മാത്രമേ ഉള്ളൂ. ഈ 11 ശിഷ്യന്മാരിൽ 8 പേരെ ഒരു സ്ഥലത്ത് നിർത്തി അടുത്ത 3 പേരെ അടുത്ത സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുറച്ചും കൂടി യേശുവിൻ്റെ അടുത്തോട്ട് നിർത്തി വീണ്ടും യേശു ഒരു കല്ലേറ് ദൂരം മാറി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാം, ഒരു സെപ്പറേഷൻ കാണാം. 11 ശിഷ്യന്മാർ അവിടെ ഉണ്ട്, അതിൽ തന്നെ 8 പേരെ അവിടെ നിർത്തി വീണ്ടും 3 പേരെ കുറച്ചും കൂടി അടുത്ത് യേശുവിൻ്റെ കൂടെ നിർത്തി. അതെന്തുകൊണ്ടായിരിക്കും? യേശുവിന് പാർഷ്യാലിറ്റി ഉള്ളത് കൊണ്ടാണോ? യേശുവിന് 12 ശിഷ്യന്മാരിൽ യുവമാർ കൊള്ളാം, യാക്കോബ് കുറച്ച് കൊള്ളാം, യോഹന്നാൻ കുറച്ചുകൂടി നല്ലവനാണ്, പത്രോസ് ആകട്ടെ എല്ലാ കാര്യത്തിലും എനിക്ക് സംരക്ഷണം തീർക്കുന്ന, ഉടനടി വാളെടുത്ത് വെട്ടുന്ന ധൈര്യശാലിയാണ്, അതുകൊണ്ട് പിടിക്കാൻ വരുമ്പോൾ സംരക്ഷണം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവരെ 3 പേരെ നിർത്തിയത്? അല്ല. ഈ 3 പേരെ നിർത്തിയതിന് എന്തോ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താണെന്ന് കൂടെ നമ്മൾ വചനത്തോടെ നമ്മൾ പരിശോധിക്കുക. എനിവേ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക. വചനം പറഞ്ഞു, അവൻ പത്രോസിനെയും സെബദിയുടെ 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി എന്ന് ദൈവവചനത്തിൽ നമ്മൾ കണ്ടു. വീണ്ടും പറയുകയാണ്, അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക. പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്, പകരം ഉണർന്നിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ
ഒരു വ്യക്തി ഉണർന്നിരിക്കാൻ പറയുന്നതിന് ഉദ്ദേശം എന്താ? ഇപ്പൊ നമ്മൾ സുവിശേഷം പറയുന്നു, വചനം പറയുന്നു, നിങ്ങൾ ഇവിടെ ഇരുന്ന് ഉറങ്ങരുത്, ഉണർന്നിരിക്കണം എന്ന് ഞാൻ പറയുന്നു. എന്താണ് ഉദ്ദേശം? നിങ്ങൾ ഇവിടെ വന്നിരുന്ന് ഉറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ എല്ലാ മീറ്റിങ്ങിനും പോയി ഞാൻ അവിടെ പോയിരുന്ന് ഉറങ്ങി, നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ? എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? യാതൊരുവിധ മാറ്റം ഉണ്ടാവില്ല. പഴയ വ്യക്തി തന്നെയായിരിക്കും, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇനി ഉറങ്ങരുത് എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്. നിങ്ങൾ കണ്ണു തുറന്നിരിക്കണം. സെക്യൂരിറ്റി ജീവനക്കാരന് ഉറങ്ങാൻ പാടുണ്ടോ? ഉറങ്ങിക്കഴിഞ്ഞ് എന്ത് പറ്റും? കള്ളം വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് അവൻ ചിലപ്പോൾ അറിയത്തില്ല. അതുകൊണ്ട് സെക്യൂരിറ്റിയോട് പറയും നീ ഉറങ്ങരുത് എന്ന് കൃത്യമായിട്ട് എപ്പോഴും ഉടമസ്ഥൻ പറയും. ഇവിടെ ശിഷ്യന്മാരോട് യേശു ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, അതിലധികം പ്രാവശ്യം പറയുന്നതിന് നിങ്ങൾ ഉണർന്നിരിക്കുവിൻ എന്ന്. ആദ്യത്തെ വാക്ക് വായിച്ചു. അനന്തരം യേശു അവരോടൊത്ത് ഗെത്സമേൻ എന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക. അതിനുശേഷം വീണ്ടും പറയുക, എന്നോടൊത്ത് ഉണർന്ന് ഇരിക്കുക. ചില കാര്യങ്ങൾ അവർക്ക് കാണാനുണ്ട്, ചില കാര്യങ്ങൾ അവർ മനസ്സിലാക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്നോടൊത്ത് ഉണർന്നിരിക്കുക എന്നുള്ളത് അവിടെ പറയുന്നത്. വീണ്ടും 39 വാക്യം, മത്തായി സുവിശേഷം 26-ന്റെ 39 വാക്യം വായിക്കുമ്പോൾ, അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു, എന്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എന്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെ ആകട്ടെ. ഇവിടെ യേശു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ, ഈ നിമിഷം തന്നെ എന്നിൽ നിന്നും അകന്നു പോകട്ടെ, എങ്കിലും ഈ നിമിഷത്തിന് വേണ്ടിയാണല്ലോ ഞാൻ വന്നത് എന്നുകൂടെ കർത്താവ് പറയും. അപ്പൊ കർത്താവിന് എന്തറിയാം? ഇത് കൃത്യമായിട്ട് അറിയാം, ഇതിനു വേണ്ടിയാ വന്നത്. പക്ഷെ എങ്കിലും ഈ വാക്ക് അവിടെ ഉച്ചരിക്കുകയാണ്, കഴിയുമെങ്കിൽ ഈ എന്റെ പാനപാത്രം ഒന്ന് മാറിപ്പോകട്ടെ, എന്നാലും എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ. ഒരുപക്ഷെ തീവ്ര ദുഃഖം കൊണ്ടായിരിക്കാം കമിഴ്ന്നു വീണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. ഇനി യേശു തന്നെ പറയുന്നുണ്ട്, ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ബലഹീനമാണ്. നമുക്കൊക്കെ ശരീരം ബലഹീനമായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? കുറേ നേരമൊക്കെ മുട്ടുകുത്തിക്കും, ചിലവരത് കൈവിരിക്കും. ശരീരം ബലഹീനമാകുന്നതോട് നമ്മൾ പതിയെ വളഞ്ഞ് പതിയെ കുമ്പിടും. പിന്നെ കുറച്ചേരം കഴിയുമ്പോൾ ഉറങ്ങും. പിന്നെ കുറച്ചേരം കഴിയുമ്പോൾ ആരെങ്കിലും വന്ന് തട്ടി വിളിച്ച് എണിപ്പിക്കും, പാടാ പോവാം സമയമായി. പണ്ട് പാതിര കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ, നിങ്ങൾ പോയിട്ടുണ്ടോ പാതിര കുർബാനയ്ക്ക്? പാതിര കുർബാന എന്ന് പറഞ്ഞാൽ അറിയോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ കാത്തലിക്സിനുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. വീടിൻ്റെ അകത്ത് ഇപ്പം കാത്തലിക്സും യാക്കോബൈറ്റ്സൊക്കെ ഒരുമിച്ചിരിക്കുന്നതുകൊണ്ടാണ് അത് അറിയാത്തത്. അതായത് രാത്രിയുള്ള കുർബാന, ഉയർപ്പിൻ്റെ അന്നൊക്കെ ഉള്ള കുർബാന, പ്രത്യേകിച്ച് ക്രിസ്മസിനും ഉയർപ്പിനൊക്കെ ഉണ്ട്. സാധാരണഗതിയിൽ ഈ ഉയർപ്പിൻ്റെ അന്നൊക്കെ കുർബാനയ്ക്ക് ഞാൻ കൃത്യമായിട്ട് ചെല്ലും. അവിടെ ചെന്നത് എനിക്ക് ഓർമ്മയുള്ളൂ, ഏറ്റവും കൂടുതൽ ചാരി ഇരിക്കാൻ പറ്റുന്നതും കാറ്റ് കിട്ടുന്നതുമായിട്ടുള്ള സ്ഥലത്ത് ചെന്നിരിക്കും. കുർബാന തുടങ്ങും, നമ്മൾ ഉറങ്ങും. എല്ലാ കുർബാനയും കഴിഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടായവരെല്ലാവരും പോകും. ചില അപ്പച്ചന്മാർക്ക് അറിയാമല്ലോ, അവരൊക്കെ പെട്ടെന്നൊന്നും എഴുന്നേറ്റ് പോകില്ല. കുറച്ച് നേരമൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് പോരുമ്പോൾ ഞാൻ മാത്രം അവിടെ സൈഡിലിരുന്ന് ഉറങ്ങുണ്ടാവും. അപ്പച്ചൻ വന്ന് കാലയിലൊരു തട്ട് കെട്ടും, മോനെ കഴിഞ്ഞു ചെല്ല്, അപ്പൻ അവിടെ ഇറച്ചിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോയി കഴിച്ചിട്ട് പോകാന്ന് പറയും. അപ്പോൾ ഞാനിങ്ങനെ ചാടി കണ്ണു തുറന്നിട്ട് പെട്ടെന്ന് അയ്യോ ആ അവസാനം ആ കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോൾ ഒന്ന് ഉറങ്ങിപ്പോയി അപ്പച്ചാന്ന് പറയും. എവിടെ വന്നിരുന്നപ്പോൾ തുടങ്ങി കൂർക്കം വലിച്ച് നല്ല ഉറക്കമായിരുന്നു. പക്ഷെ ഇതൊന്നും ആരോടും പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മളപ്പോഴും മാന്യം ചമഞ്ഞ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് നമ്മൾ പറയും കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോൾ ഒന്ന് ഉറങ്ങിപ്പോയതാന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. എന്തെങ്കിലും ആവട്ടെ, ഇവിടെ ശിഷ്യന്മാര് ഉറങ്ങുന്നത് കാണുക. യേശുവും വന്ന് എന്നെ അന്ന് ആ അപ്പച്ചൻ തട്ടി വിളിച്ചതുപോലെ തന്നെ യേശുവും വന്ന് തട്ടി വിളിക്കുകയാണ്, എഴുന്നേക്ക് മക്കളെ എഴുന്നേക്ക് എന്ന് പറയുക. നമ്മൾ ആ വചനം ഒന്നുകൂടി വായിച്ചോ, അതിന്റെ 40 വാക്യം. അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു, അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. നമ്മൾ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ശ്രദ്ധിച്ചോ, ആത്മാവിന് ആഗ്രഹം ഉണ്ടാവും, പ്രാർത്ഥന ഹാളിൽ വരണം, പ്രയർ ചെയ്യണം, പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ ഇരിക്കണം, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. വെളുപ്പിന് 3 മണിക്ക് അലാറം വെച്ച് എഴുന്നേക്കും. അലാറം വെക്കുന്നതേ ആത്മാവിനറിയാം വെളുപ്പിന് 3 മണിക്ക് എഴുന്നേക്കണം. പക്ഷെ 3 മണിയായി കഴിയുമ്പോൾ ഫോൺ ഇഞ്ഞെടുത്തിട്ട് നാളെ മതിയോ അവിടെ വയ്ക്കും അല്ലേ? ഫോണിലേക്ക് നോക്കിയിട്ട് നമ്മൾ, കാരണം എന്താ? ആത്മാവ് സന്നദ്ധമാണ്, ശരീരം ബലഹീനമാണ്. അപ്പം നാളെ ആവാം, പ്രതികാരം നമുക്ക് നാളെ ആവാമെന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങോട്ട് തിരിച്ചു വെക്കും. പിന്നെ ഫോൺ പിന്നെയും ശല്യപ്പെടുത്തിയാൽ പിന്നെയും ഒന്ന് എഴുന്നേറ്റ് നോക്കും, അവിടെ ഇരിക്കട്ടെ നമുക്ക് നാളെ പ്രാർത്ഥിക്കാമെന്ന് നമ്മൾ പറയും. പലപ്പോഴും അങ്ങനെയല്ലേ? എപ്പോഴും നമുക്കുള്ളൊരു പ്രശ്നം തന്നെയാണ് ശരീരം, എപ്പോഴും ഈ ഒരു ബലഹീനത. എന്തുകൊണ്ടാണ്? ശരീരത്തിൽ പാപം വസിക്കുന്നത് കൊണ്ട്, നമ്മൾ പാപി ആയതുകൊണ്ട്, പലപ്പോഴും പാപത്തിലേക്ക് ഇത് തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട്, നിന്റെ ഹൃദയം പാപത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ഈ ശരീരം ബലഹീനമാണ്, ഈ ശരീരം തിരിഞ്ഞു തന്നെ ഇരിക്കും. എന്നാൽ യേശുവിൻ്റെ ശരീരം ബലഹീനമായത് പാപം കൊണ്ടാണോ? അല്ല, യാതൊരുവിധ പാപവും യേശു ചെയ്തിട്ടുള്ളതായിട്ട്
പറഞ്ഞിട്ടില്ല, ഒരു പാപവും അവൻ ചെയ്തിട്ടില്ല. പക്ഷെ കർത്താവ് പറയുകയാണ്, ഉറങ്ങുന്നത് ശരീരം ബലഹീനമാണ്, എന്നാൽ ആത്മാവ് സന്നദ്ധമാണ്. എല്ലാ കാര്യത്തിലും സകലത്തിനും ആത്മാവ് സന്നദ്ധമാണ് എന്ന് ക്രിസ്തു വ്യക്തമായിട്ട് പറയുക. എന്നിട്ട് പറയുകയാണ്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. എപ്പോഴും ശ്രദ്ധിച്ചോ, ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം മനസ്സിലാകുമെന്ന് അറിയത്തില്ല. ഞാൻ എൻ്റെ ചെറിയൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ സാധാരണ നമുക്കൊക്കെ ഊട്ടുസദ്യ ഉണ്ടാവാറുണ്ടല്ലോ അല്ലേ? നമുക്ക് ഭയങ്കര താല്പര്യമുള്ള വിഷയമല്ലേ ഔസേപിതാവിൻ്റെ ഊട്ടുസദ്യ, എന്തെങ്കിലുമൊക്കെ ഊട്ടുസദ്യ അല്ലേ? നിങ്ങളുടെ ഇവിടെ വേറൊരു പെരുന്നാളല്ല, തമക്ക് പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞിട്ട് നേർച്ച, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ തീറ്റയുടെ കാര്യത്തിൽ നമുക്ക് ഭയങ്കര ഉഷാറാണ്, യാതൊരു വിധ ഉറക്കം ഉണ്ടാവില്ല. ഉണർവോട് കൂടെ ഇരുന്ന് അതൊക്കെ തിന്നിട്ടേ നമ്മൾ പോരത്തുള്ളൂ. അല്ലെങ്കിൽ പോത്തിന് വെട്ടി നേർച്ചയൊക്കെ ഉണ്ടല്ലോ അല്ലേ നമുക്കൊക്കെ. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായി. അപ്പോൾ ഈ ഔസേപിതാവിൻ്റെ ഊട്ടുനേർച്ചയുടെ അന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ തലേദിവസം പോത്തിനെ വെട്ടി ഇതിനെ നന്നാക്കി കറികളൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ വരുമ്പോഴേക്കും ക്ഷീണിക്കും പിള്ളേർ. അപ്പോൾ യുവാക്കളെല്ലാം ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് ഊട്ടുനേർച്ചയൊക്കെ കഴിഞ്ഞ് തീറ്റയൊക്കെ കഴിഞ്ഞ് വിളമ്പിക്കൊടുക്കലൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ക്ഷീണിച്ചിരുന്ന് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുക, ഐസ്ക്രീമൊക്കെ തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പള്ളി കോമ്പൗണ്ട് നിറച്ചും ഈ ഡിസ്പോസിബിൾ പ്ലേറ്റും ഡിസ്പോസിബിൾ ഗ്ലാസും കൊണ്ട് ഇങ്ങനെ വിതറിയിട്ടേക്കുക. നമ്മുടെ മലയാളികളുടെ പ്രധാനപ്പെട്ട സ്വഭാവമാണല്ലോ, വേസ്റ്റ് ബിൻ വെച്ചാൽ യാതൊരു വിധത്തിലും വേസ്റ്റ് ബിന്നിൽ കൊണ്ടിട്ടില്ല. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോ, നിങ്ങൾ എവിടെ വേസ്റ്റ് ബിന്ന് വെക്കേണ്ടതെന്ന് അറിയാമോ? ആരും കാണാത്ത ഒതുക്കത്തിലുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചോ. ഇവൻ ആ കൊണ്ടുവന്ന് അവിടെ ഇടാൻ പോകുമ്പോൾ ഈ വേസ്റ്റ് ബിൻ കാണും, അതിനകത്ത് ഇട്ടോളും. 10 പേര് കാണുന്ന സ്ഥലത്ത് വേസ്റ്റ് ബിൻ ഇട്ടാൽ അതവിടെ വെറുതെ ഇരിക്കത്തുള്ളൂ, ആരും അത് കണ്ടുപിടിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഒളിച്ചു വെച്ചാൽ ആ വേസ്റ്റ് ബിന്നിൽ കൃത്യമായിട്ട് ഇത് വന്ന് വീഴും. നമ്മുടെ മലയാളിയുടെ സ്വഭാവമാണത്. അപ്പോൾ ഈ വേസ്റ്റ് ബിന്നൊക്കെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ആരും അതിൻ്റെ അകത്ത് വെച്ചിട്ടില്ല. ഈ പാത്രങ്ങളും ഗ്ലാസ്സുകളും മുഴുവൻ ഇങ്ങനെ വിതറിയിട്ടേക്കുക. അപ്പോൾ അവിടുത്തെ കൊച്ചച്ഛൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഇവിടുത്തെ യുവാക്കളല്ലേ, ആർജവമുള്ള യുവാക്കളല്ലേ, ഇത്രയും വേസ്റ്റ് ഇവിടെ കിടക്കണം കണ്ടിട്ട് നിങ്ങൾ ഇവിടെ സൊറ പറഞ്ഞിരിക്കുകയാണോ? നിങ്ങൾക്ക് ഈ വേസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്നൊരു പറഞ്ഞു, അച്ഛന് 5 മണിക്ക് വെളുപ്പിന് കുർബാന ഉണ്ടല്ലോ അല്ലേ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. തമാശയ്ക്ക് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ലീവ് ചെയ്തു. ഇനി ഈ പിള്ളേരുടെ അടുത്ത് നിന്ന് ഇനി വേറെ അടുത്ത ഡയലോഗ്, കട്ടിയുള്ള ഡയലോഗ് വേണ്ട എന്ന് വെച്ചിട്ട് അച്ഛൻ പെട്ടെന്ന് അങ്ങോട്ട് ലീവ് ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പള്ളി കമ്മിറ്റിയിലെ മെയിൻ ചേട്ടൻ വന്നു. പുള്ളിയും ഇതേ ഡയലോഗ് തന്നെ ഇട്ടു, നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാ, നിങ്ങളൊക്കെ എന്ത് പിള്ളേരാ, നിങ്ങൾക്കൊന്നും ആത്മാർത്ഥയില്ലല്ലോ, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ട് പുള്ളിയും 2 ഡയലോഗ് ഇട്ടു. പുള്ളിക്കും കൊടുക്കാനുള്ളത് പിള്ളേർ കൊടുത്തു, അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അവിടെയുള്ള മറ്റൊരു ചേട്ടൻ, പുള്ളിയും പള്ളി കമ്മിറ്റിയിലെ ഒരാളാണ്, പക്ഷേ ആ ചേട്ടൻ ഒരു നല്ല സമ്പന്നനായൊരു വ്യക്തിയാണ്, എന്നാൽ ഒരു പാവപ്പെട്ട മനുഷ്യനുമാണ്, നല്ല ഹൃദയമുള്ള ഒരാളാണ്. പുള്ളി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേസ്റ്റ് ഒരു ബക്കറ്റ് കൊണ്ടുവന്നിട്ട്, ബക്കറ്റല്ല, ഒരു കൊട്ട, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കൊട്ട കൊണ്ടുവന്ന് വെച്ചിട്ട് ആൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങളുടെ മുമ്പിലുള്ള വേസ്റ്റ് മുഴുവൻ പറക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ആ പള്ളി കോമ്പൗണ്ട് മുഴുവൻ വേസ്റ്റ് കിടക്കുന്നുണ്ട്, അങ്ങോട്ട് അപ്പുറത്തുള്ള വേസ്റ്റ് ഒന്നും പറക്കാൻ തോന്നിയില്ല, ബാക്കിയുള്ളതിൻ്റെ മുമ്പിലുള്ള വേസ്റ്റ് പുള്ളി വന്ന് ഇങ്ങനെ പറക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്നെ കാറ്റീസം പഠിപ്പിച്ച സാറാണ്, എന്തായാലും നമുക്കൊരു ബഹുമാനമുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളൊരു പയ്യൻ പോയിട്ട് പെട്ടെന്ന് ഈ കൊട്ടയുടെ സൈഡിൽ പിടിച്ചു, പുള്ളിനെ ഒന്ന് സഹായിക്കാലോ എന്ന് വിചാരിച്ചിട്ട്. കൊട്ടയുടെ സൈഡിൽ പിടിച്ചതേ ഓർമ്മയുള്ളൂ, അപ്പുറത്തെ സൈഡിലെ ആളെ കാണാനില്ല. പുള്ളി മുങ്ങി, മുങ്ങി, കാരണം കൊട്ട പിടിക്കാൻ ഒരാളായല്ലോ. അപ്പോൾ ഇട്ടിട്ട് പോയോ, ചതിച്ചോ എന്ന് വിചാരിച്ച് ഇവനിരുന്ന് പറക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും പുള്ളി അടുത്ത കൊട്ട എടുത്ത് കൊണ്ടെന്ന് വെച്ചിട്ട് ആൾ വീണ്ടും പറക്കാൻ തുടങ്ങി. ഒരു 5 മിനിറ്റ് പള്ളി കോമ്പൗണ്ട് ക്ലീനായി. കാരണം അവിടെ ഇരുന്ന യുവാക്കൾക്ക് എല്ലാം ഒരു മനസ്സിൽ കുത്ത് തോന്നി, ഞങ്ങളുടെ സാറ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം എന്ന് തോന്നി. പുള്ളി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല, ആരെയും കുറ്റപ്പെടുത്തിയില്ല, യാതൊരു വിധ ഡയലോഗും പുള്ളി ഇട്ടില്ല. എന്ത് സംഭവിച്ചു? പെട്ടെന്ന് കാര്യം നടന്നു. അതിനു മുമ്പ് അച്ഛനും പറഞ്ഞു, അവിടുത്തെ കമ്മിറ്റിക്കാരും പറഞ്ഞു, ഒരാളും കേട്ടില്ല. ചിലപ്പോൾ അങ്ങനെയാണ്, നമ്മുടെ വാക്കുകൾക്ക് ചിലപ്പോൾ പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല, പക്ഷെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ പലർക്കും ചിലപ്പോൾ മാറാൻ പറ്റും. ഇന്ന് ഉള്ള പ്രശ്നവും അതാ, ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവർ ആയിരക്കണക്കിനുണ്ട്, പക്ഷെ പ്രാക്ടിക്കൽ ക്രിസ്ത്യാനിറ്റി, ക്രിസ്തുവിനെ പ്രകടിപ്പിക്കുന്നവർ, തൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ യാഥാർത്ഥ്യമാക്കുന്നവർ വളരെ വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ, വളരെ ചുരുക്കമാണ്. യേശുവിനെ പ്രഘോഷിക്കാൻ സുഖം, പക്ഷേ യേശുവിനെ പ്രഘോഷിക്കുന്നത് പോലെ യേശുവിനെ പ്രാക്ടിക്കലി യേശുവിനെ അനുകരിക്കാൻ പറ്റുന്നത് അത്ര ഈസി അല്ല. അപ്പൊ യേശു കൃത്യമായിട്ട് അവിടെ ശിഷ്യന്മാരെ കാണിച്ചു കൊടുത്തു, നിനക്ക് പ്രശ്നം വരുമ്പോ, നിനക്കൊരു പ്രതികൂലം വരുമ്പോ, നിനക്ക് സഹിക്കാനാവാത്തൊരു പ്രോബ്ലം വരുമ്പോ, നിന്നെ കൊണ്ട് മാറ്റാൻ പറ്റാത്ത, നിന്റെ മാനുഷികമായ രീതിയിൽ നിനക്ക് താങ്ങാനോ പരിഹാരം കാണാനോ കഴിയാൻ പറ്റാത്ത ഒരു പ്രശ്നം വന്നാൽ നീ എന്ത് ചെയ്യണമെന്ന യേശുവിടെ കാണിച്ചു കൊടുത്തേ. നീ എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന്
പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ നീ യാചിക്കണം. യാചിച്ചാൽ നിന്നിലേക്ക് കടന്നു വരുന്ന ചില അനുഗ്രഹങ്ങളുണ്ട്, അത് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. കാരണം അങ്ങനെ യാചിക്കുമ്പോൾ മനുഷ്യനല്ല നിനക്ക് സഹായത്തിന് വരുന്നത്, ദൈവം തന്നെ നിനക്ക് വേണ്ടി സഹായത്തിന് വരുമെന്നാണ് യേശുവോടെ കാണിച്ചു കൊടുക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാ സുവിശേഷം 22:44. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസന നിമിത്തം തളർന്നു ഉറങ്ങുന്നത് കണ്ടു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിയർപ്പ് രക്തത്തുള്ളിയായി മാറാറുണ്ടോ? ഇനി ഏതെങ്കിലും മനുഷ്യന്റെ വിയർപ്പ് രക്തത്തുള്ളിയായി മാറിയിട്ടുണ്ടോ? ഉണ്ടോ? വിയർപ്പിലൂടെ അങ്ങനെ രക്തം വരുന്ന ഏതെങ്കിലും ഒരു പ്രോസസ്സിങ് എവിടെയെങ്കിലും നടന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ യേശുവിൽ അത് സംഭവിച്ചു എന്ന് പറയുന്നത് സത്യമാണോ, മിഥ്യയാണോ, തെറ്റാണോ, ശരിയാണോ? എന്തായിരിക്കാം? എന്തായാലും നമ്മൾ വചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ശരിയാണ് നമ്മൾ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ലൂക്കാ സുവിശേഷകൻ മാത്രമേ ഈ വിഷയം എഴുതിയിട്ടുള്ളൂ, ബാക്കി ആരും ഈ വിഷയം എഴുതിയിട്ടില്ല. ലൂക്കായുടെ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചാൽ ലൂക്ക ഒരു വൈദ്യനായിരുന്നു, അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. ഇന്നത്തെ മെഡിക്കൽ സയൻസ് പഠിച്ച പോലെ 5 വർഷം 1 കോടി രൂപ ഡൊണേഷൻ ഒന്നും കൊടുത്ത് പഠിച്ച പാവപ്പെട്ട ഒരു ഡോക്ടറൊന്നും അല്ല എന്തായാലും ലൂക്ക. പക്ഷേ എന്തായാലും ലൂക്കായുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് എന്തായാലും ഹ്യൂമൻ അനാട്ടമിയെ കുറിച്ച് കാര്യമായ പഠനമൊന്നും നടത്തിയിട്ടില്ലെങ്കിലും അന്നത്തെ ആവശ്യത്തിനുള്ള പഠനം എന്തായാലും അദ്ദേഹത്തിനുണ്ടാകും. സ്വാഭാവികമായും ഒരു വൈദ്യൻ ചിന്തിക്കും, ഇതെങ്ങനെ ശരിയാകും, ഹൗ ഇറ്റ്സ് പോസിബിൾ, ഇതെങ്ങനെ നടക്കും എന്ന് ലൂക്ക ചിന്തിച്ചിട്ടാണോ ഇത് എഴുതിയത്, ചിന്തിക്കാഞ്ഞിട്ടാണോ ഇത് എഴുതിയത്, എന്താകട്ടെ ലൂക്ക അത് കൃത്യമായിട്ട് എഴുതി വെച്ചു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീഷ്ണമായി പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. ആദ്യത്തെ നൂറ്റാണ്ടുകളിലൊന്നും സയൻസ്, പ്രത്യേകിച്ച് ബൈബിളിന്റെ വിമർശകര് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് ഇത് ഇമ്പോസിബിൾ ആണ്, യാതൊരു വിധത്തിലും ഇത് സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ മോഡേൺ മെഡിക്കൽ സയൻസ് പറയുന്നു അങ്ങനെയല്ല, ഇത് സംഭവിക്കും എന്ന് തന്നെ പറയുന്നു. കാരണം മോഡേൺ മെഡിക്കൽ സയൻസിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അവർ പറയുന്നത് ഒരു വ്യക്തിക്ക് താങ്ങാനാകാത്തതിലും പറ്റാത്തതിലും വലിയ ഒരു സ്ട്രെസ്, അവന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിനുമായ ഒരു മാനസിക സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ ആ മാനസിക സമ്മർദ്ദത്തിന്റെ അനന്തരഫലമായി അവന്റെ ശരീരത്തിലെ വിയർപ്പ് തുള്ളികൾ അത് രക്തമായി തന്നെ ഒഴുകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഹെമാറ്റോഡ്രോസിസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ തന്നെയുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠനം തന്നെയുണ്ട്. വ്യക്തമായി പറയുന്നു പല വ്യക്തികളിലും ഭൂമിയിൽ അത് സംഭവിച്ചിട്ടുണ്ട്, പല കുഞ്ഞുങ്ങളിൽ പോലും അത് സംഭവിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് 2 കാര്യം പറയുന്നു. ഒന്ന്, താങ്ങാൻ കഴിയാത്ത മാനസിക സമ്മർദ്ദം, ഒന്നാമത്തെ വിഷയം. 2, ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ടാസ്ക് അച്ചീവ് ചെയ്യാൻ പോകുമ്പോൾ, ഒരു പക്ഷേ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 100 മീറ്റർ ഓട്ടം ഒരാൾ ഓടുകയാണ്, 70 മീറ്റർ വരെ അവൻ ഓടി, അവന്റെ പുറകിൽ ആരും അവന്റെ കൂടെ ഇല്ലെങ്കിൽ അവന് പ്രത്യേകിച്ച് യാതൊരു വിധ ടെൻഷനും ഇല്ല, അത് ഈസി ആയിട്ട് അവന് ബാക്കി 30 മീറ്റർ അച്ചീവ് ചെയ്യാം. പക്ഷേ അവന്റെ ഒപ്പം തന്നെ മറ്റൊരുവൻ ഓടുന്നു, എനിക്ക് ഇത് അച്ചീവ് ചെയ്തേ പറ്റൂ, എനിക്ക് 1ാം സമ്മാനം നേടിയേ പറ്റൂ, എൻ്റെ കൂടെ ഒരുത്തരും കൂടി ഉണ്ട്, സ്വാഭാവികമായും അവന്റെ രക്തസമ്മർദ്ദം ഉയരും. ആ സമ്മർദ്ദം, ആ ഒരു ഉദാഹരണമാണ് പറയുന്നത്. അങ്ങനെ താങ്ങാൻ പറ്റാത്തൊരു സമ്മർദ്ദത്തിലേക്ക് പോയാൽ ഇതും സംഭവിക്കാം. ഇതൊരു ഉദാഹരണം മാത്രം, അതായത് ഓടുന്നത് പോലെ മാത്രമല്ല, അത് ചിലപ്പോൾ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതാകാം, ഒരു എക്സാം എഴുതുന്നതാകാം. അങ്ങനെ തനിക്ക് ഒത്തൊരു പോരാളി അപ്പുറത്ത് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രശ്നം അങ്ങനെ നിൽക്കുമ്പോൾ ആ രീതിയിൽ ഇങ്ങനെ ഒരു സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത്, മോഡേൺ പഠനങ്ങൾ പറയുന്നത്. അപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ, അങ്ങനെയാണെങ്കിൽ യേശുവിന് ഒത്ത പോരാളി ആരും അപ്പുറത്തില്ല, ഇതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ യേശുവിന് എന്തു സമ്മർദ്ദമാണ് ഉണ്ടായത്? ഏത് തരത്തിലുള്ള മാനസികമായ സമ്മർദ്ദമാണ് യേശു ഇവിടെ അനുഭവിച്ചത്? എന്തുകൊണ്ടായിരിക്കും യേശുവിന്റെ ശരീരത്തിൽ നിന്നും ഇങ്ങനെ രക്തത്തുള്ളികൾ താഴോട്ട് കടന്നു വീണത്? വീണ്ടും അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചോ, 45-ാം വാക്യം. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് 43-ാം വാക്യം. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവനെ ശക്തിപ്പെടുത്താൻ, യേശു ദൈവമാണ്, ദൈവത്തെ ശക്തിപ്പെടുത്താൻ യാതൊരു ദൂതന്റെയും ആവശ്യമില്ല യഥാർത്ഥത്തിൽ. എന്നാൽ ഇവിടെ വചനം പറയുകയാണ്, ദൈവമായ യേശു ക്രിസ്തുവിനെ ശക്തിപ്പെടുത്താൻ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്നും കടന്നു വന്നു, അവനെ ശക്തിപ്പെടുത്തുന്നു, അല്ലെ? ശക്തിപ്പെടുത്താൻ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് നമുക്കവിടെ വചനത്തിൽ കാണാം. ഇത് യഥാർത്ഥത്തിൽ നമുക്കുള്ള ആനുകൂല്യമാണ്. നിനക്ക് താങ്ങാൻ കഴിയാത്തൊരു പ്രശ്നം, നിനക്ക് പോസിബിൾ ആകാത്ത, അല്ലെങ്കിൽ നിനക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയാത്തൊരു പ്രശ്നം
നിന്റെ മുൻപിൽ വന്നാൽ സ്വർഗത്തിലേക്ക് കരമുയർത്തുക, നീ പ്രാർത്ഥിക്കുക, സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ ഇറങ്ങി വന്ന് നിന്നെ സഹായിക്കും, നിന്റെ കാര്യങ്ങൾ ദൈവം നടത്തി തരുമെന്ന് ദൈവം തന്നെ ഒരു വാഗ്ദാനം നമുക്ക് നൽകുന്നത്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഞാനിത് അനുഭവസ്ഥനാണ്. ഈ ഒരു കാര്യത്തിൽ എന്നെ കൊണ്ട് യാതൊരു വിധത്തിലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ സ്വർഗം തന്നെ വെളിപ്പെട്ട് എന്നെ സഹായിച്ചത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമുണ്ട്. പലപ്പോഴും ഞാനത് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ദൂതൻ ഒരു 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 എനിക്ക് വേണ്ടി മറ്റൊരുവന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയും വലിയ പ്രതിസന്ധി എനിക്ക് മാറ്റി തരികയും ചെയ്തൊരു കാര്യം ഇനി അത് പറഞ്ഞ് വീണ്ടും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ. അപ്പൊ നമ്മളിവിടെ കണ്ടു, യേശു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്നെയായ ക്രിസ്തുവിനെ സഹായിക്കാൻ ഒരു ദൂതൻ അവിടെ കടന്നു വന്നതായിട്ട് നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, ലൂക്കാ സുവിശേഷം എഴുതുന്ന കാലഘട്ടം എന്ന് പറയുന്നത് AD 70-നും 75-നും ഗ്യാപ്പിലൊക്കെയാണ്. ആ ഒരു കാലഘട്ടമൊക്കെയാണ് പൊതുവെ പറയപ്പെടുന്നത്. എനിവേ, ലൂക്കാ സുവിശേഷകൻ എഴുതുമ്പോൾ അന്നത്തെ കാര്യമായ പാഷണ്ഡതകളൊന്നും കടന്നു വന്നിട്ടില്ല. ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന പോലെ ഒത്തിരി ഡിനോമിനേഷനുകളോ ഒരുപാട് പാഷണ്ഡതകളോ തെറ്റായ പഠനങ്ങളോ യേശു ദൈവമല്ലെന്ന് പഠിപ്പിക്കുന്നതോ യേശു വെറും മനുഷ്യൻ മാത്രമാണെന്നോ അല്ലെങ്കിൽ യേശു മനുഷ്യ ശരീരം ധരിച്ചു വന്നില്ലെന്നോ ഇങ്ങനെ ആയിരക്കണക്കിന് പാഷണ്ഡതകളൊന്നും അക്കാലത്ത് നിലവിലില്ല. പക്ഷേ അങ്ങനെ വരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ യേശുവിൻ്റെ മനുഷ്യത്വത്തെ കാണിക്കാൻ വേണ്ടി കൃത്യമായി പറഞ്ഞു, ശരീരം ബലഹീനമാണ്, ആത്മാവോ സന്നദ്ധമാണ്. യേശുവിൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ യേശുവിൽ മനുഷ്യത്വം ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? അവനിൽ ഹ്യൂമാനിറ്റിയും ഉണ്ട്, ഡിവിനിറ്റിയും ഉണ്ട്. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി മനുഷ്യത്വവും പൂർണ്ണമായി ദൈവത്വവും നിലകൊള്ളുന്നു. അത് ഈക്വലന്റ് ആയിട്ട് തന്നെ നിൽക്കുന്നു. മിക്ക സഭാപിതാക്കന്മാരും ഈ ഒരു വിഷയത്തിൽ ലൂക്കായോട് ചേർന്ന് നിന്നുണ്ട്. ലൂക്കാ സുവിശേഷകൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം മുഴുവൻ യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മാത്രമല്ല മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വചനങ്ങൾ കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി തൊട്ടടുത്ത വാക്യമാണ് അതിനവർ ആധാരമായിട്ട് എടുക്കുന്നത്. നമ്മൾ നേരത്തെ വായിച്ച വചനം, അവിടെ അവൻ്റെ ശരീരത്തിൽ നിന്നും ഒരു സമ്മർദ്ദമായി രക്തം തന്നെ വിയർപ്പായി വന്നു എന്ന് പറയുന്നു. യേശുവിനെ സംബന്ധിച്ചിടത്തോളം എന്ത് സമ്മർദ്ദമാണ് വന്നത്? ഏത് രീതിയിലുള്ള സമ്മർദ്ദമാണ് വന്നത്? അവിടെയാണ് സഭാപിതാക്കന്മാരും അല്ലെങ്കിൽ ആദിമ പണ്ഡിതന്മാരെല്ലാവരും ഈ ഒരു വിഷയത്തിൽ പറയുന്നത്, യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരിക്കെ ദൈവത്തിന് പാപത്തോട് ഉള്ള എതിർപ്പും എന്നാൽ സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് വേണ്ടി ബലിയാകാൻ വന്ന കുഞ്ഞാടായ ക്രിസ്തുവിന് സകല പാപങ്ങളും അവൻ്റെ മേൽ വഹിക്കുന്ന ആ വഹനവും ആണ് ഈ ഒരു സമ്മർദ്ദം എന്ന് പറയുന്നു. ഒന്നും മനസ്സിലായില്ലല്ലേ? യേശു ദൈവവും മനുഷ്യനുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നത് അല്ലേ? രണ്ടും ഉണ്ടല്ലോ, ദൈവത്വവും മനുഷ്യത്വവും ഉണ്ട്. ദൈവത്തിന് പാപത്തെ വെറുപ്പാണോ സ്നേഹമാണോ? മോശ മലയുടെ മുകളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു. ദൈവജനം താളെ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നു. കർത്താവ് എന്ത് പറഞ്ഞു? യഹോവ എന്ത് പറഞ്ഞു? എൻ്റെ ക്രോധം ഇപ്പോൾ ജനത്തിൻ്റെ മേൽ ഇറങ്ങും, അവർ ഇതാ തിന്മ ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ക്രോധം ജനത്തിൻ്റെ മേൽ ഇറങ്ങാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പോൾ കർത്താവിന് പാപത്തോട് ഒരിക്കലും യാതൊരുവിധ യോജിപ്പുമില്ല. പാപിയെ സ്നേഹിക്കുകയും പാപത്തെ അവൻ വെറുക്കുകയും ചെയ്യുന്നു. പാപത്തോട് അവന് യാതൊരുവിധ ആനുകൂല്യവുമില്ല. പാപത്തിന് ശമ്പളം മരണമാണ്, പാപത്തിന് തക്ക ശിക്ഷ ലഭിക്കും. നീതിപൂർവമായ ഒരു ദൈവം അവിടെ നിൽക്കുമ്പോൾ പാപത്തെ അവന് സ്നേഹിക്കാൻ പറ്റുമോ? അപ്പോൾ ലോകം മുഴുവൻ പാപം ചെയ്ത് തിന്മയിൽ നിൽക്കുമ്പോൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം യേശു ദൈവമായി നിൽക്കുമ്പോൾ തന്നെ ആ പാപത്തോട് എന്തുണ്ട്? ഒരു ക്രോധമുണ്ട്, ദൈവത്തിൻ്റെ ക്രോധം അല്ലേ? പാപത്തിനെതിരെയുള്ള ദൈവത്തിൻ്റെ ക്രോധം ഒരു സൈഡിൽ നിൽക്കുന്നു, എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ യേശു പൂർണ്ണ മനുഷ്യനായി നിൽക്കുന്നു. ഇപ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ പാപം ആരുടെ മേലെ വഹിക്കപ്പെട്ടിരിക്കുന്നത്? ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാൻ വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തുവിലാണ് സകല പാപങ്ങളും അവൻ്റെ മേൽ തന്നെ. ഇത് രണ്ടും കൂടിയും ഒരുമിച്ച് നിന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് രണ്ടും തമ്മിലുള്ളൊരു സമ്മർദ്ദം ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ദൈവത്വത്തിൽ അവൻ നിൽക്കുമ്പോൾ പാപത്തിനെതിരായി അവൻ നിൽക്കുന്ന ആ പാപത്തിന് എതിരായുള്ള ദൈവത്തിൻ്റെ ക്രോധവും ദൈവത്തിൻ്റെ കോപവും, അതോടൊപ്പം തന്നെ സകല മനുഷ്യവർഗത്തിൻ്റെ ഈ പാപം വഹിച്ചുകൊണ്ട് കുഞ്ഞാടായി ക്രിസ്തു നിൽക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരവസ്ഥയും, ഇതാണ് ആ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത്. താങ്ങാനാവാത്ത, മുന്നോട്ട് പോകാൻ കഴിയാത്ത, അല്ലെങ്കിൽ അത്രയും അധികം സ്ട്രെസ്സുള്ള ഒരു മാനസിക സമ്മർദ്ദം ഇതാ യേശു അനുഭവിച്ചതായിട്ടാണ് പറയുന്നത്. അവിടെയാണ് രക്തം വിയർപ്പ് തുള്ളികളായി തന്നെ താഴോട്ട് ഒഴുകുന്നത്. അപ്പോഴും യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? ഇത് എൻ്റെ ഹിതമല്ല, അങ്ങേ ഹിതം നിറവേറട്ടെ. എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു? 3 പ്രാവശ്യം പ്രാർത്ഥിച്ചായിട്ട് നമുക്ക് കാണാം. 3 പ്രാവശ്യം അവൻ പോയി, ഇതെൻ്റെ ഹിതമല്ല, അങ്ങേ ഹിതം നിറവേറട്ടെ. നമുക്ക് വായിക്കാം സങ്കീർത്തന പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു,
ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. പഴയ നിയമ പ്രവചനത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവചനമാണത്. ആ പ്രവചനം നമ്മൾ നോക്കണമെങ്കിൽ, അത് മനസ്സിലാക്കണമെങ്കിൽ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു. ആര് വരുന്നു? ക്രിസ്തു വരുന്നു. പുസ്തക ചുരുളിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റലാണ് എൻ്റെ സന്തോഷം. അപ്പൊ പ്രവചനം എങ്ങനെയാണ്? പിതാവിൻ്റെ ഹിതം നിറവേറ്റലാണ് പുത്രൻ്റെ സന്തോഷം. സ്നേഹത്തിൽ അവർ ഒന്നായിരിക്കുമ്പോൾ, അവർ എല്ലാത്തിലും അവർ ഒന്നായിരിക്കുമ്പോൾ ആരുടെ ഹിതം നിറവേറ്റുകയാണ് പുത്രൻ്റെ ഇഷ്ടം? പിതാവിൻ്റെ ഹിതം നിറവേറ്റാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ അനേക വചനങ്ങളുണ്ട്. പിതാവിൻ്റെ ഹിതം നിറവേറ്റാണ് ഞാൻ വന്നത്, എൻ്റെ ഹിതമല്ല പിതാവിൻ്റെ ഇഷ്ടമാണ് ഞാൻ നിറവേറ്റുന്നത്, ഞാൻ സ്വമേധയ സംസാരിക്കുകയല്ല, പിതാവ് ചെയ്ത് കാണുന്നത് ഞാൻ ചെയ്യുന്നു, പിതാവ് പറയുന്നത് ഞാൻ പറയുന്നു, പിതാവിൻ്റെ ഇഷ്ടമാണ് ഞാൻ നിറവേറ്റുന്നത് എന്നൊക്കെ നമ്മൾ ഒത്തിരി വചനങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് അല്ലേ? യോഹന്നാൻ 3:34 യോഹന്നാൻ 5:30 യോഹന്നാൻ 6:38 ഇനി അതുപോലെ തന്നെ വേറെ വാക്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുകയാണ് പുത്രൻ്റെ ഇഷ്ടം എന്ന് നമ്മളവിടെ കാണുകയാണ്. ഇത് തന്നെ സങ്കീർത്തന പുസ്തകത്തിലും നമ്മളവിടെ എഴുതി വെച്ചിരിക്കുക. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഹെബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം കൂടി ഒന്ന് വായിക്കുക. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. അപ്പോൾ പുസ്തകത്തിന്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു, ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. പുസ്തകത്തിന്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു, ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. എന്താണ് പുസ്തകത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞിരിക്കുന്നത്? സങ്കീർത്തനത്തിൽ പുസ്തക ചുരുളിൽ എന്നാണ് കിടക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എടുത്തു നോക്കി കഴിഞ്ഞാൽ ജനീവ ബൈബിൾ സൊസൈറ്റിയുടെ ആ ഒരു ട്രാൻസ്ലേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മറ്റു മിക്ക ബൈബിളുകളിലും പുസ്തക ചുരുൾ എന്നാണ് കിടക്കുന്നത്. പുസ്തക ചുരുൾ എന്നാണ് കിടക്കുന്നത്. ഹെബ്രായ ലേഖകൻ പറയുന്നു പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ, വിശുദ്ധ ബൈബിളിൻ്റെ ആരംഭം ഏതാണ്? ഏത് പുസ്തകമാണ്? ഉൽപ്പത്തി പുസ്തകം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം എന്താ പറയുന്നത്? വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ചല്ലേ? സ്ത്രീയുടെ സന്തതിയെക്കുറിച്ചല്ലേ? ക്രിസ്തു പിശാചിനെ തലയിൽ താഴ്ത്തുന്നതിനെ കുറിച്ചല്ലേ? അപ്പൊ ക്രിസ്തുവിന്റെ ബലിയെക്കുറിച്ച് അവൻ ആരംഭത്തിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുക. അതെന്താണ് പറഞ്ഞിരിക്കുന്നത്? അങ്ങേ ഹിതം നിറവേറ്റാൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹെബ്രായ ലേഖനം താഴോട്ട് വായിച്ചോ, വീണ്ടും വായിച്ചോ. നിയമപ്രകാരം അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ബലികളും കാഴ്ചകളും ദഹനബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു. അതായത് ദൈവം മോശയോട് ബലിയർപ്പിക്കാൻ പറയുന്നു. അതിനുശേഷം പ്രവാചകരിലൂടെ അനേക വാക്യങ്ങളിലൂടെ യേശയ്യാ പ്രവചനത്തിലൂടെ പറയുന്നുണ്ട്, നിന്റെ ബലി എനിക്ക് ആവശ്യമില്ല. സങ്കീർത്തനം നമ്മളിപ്പോൾ വായിച്ച 40-ന്റെ 5 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോഴും ബലികളും കാഴ്ചകളും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ഇവരുടെ വെറും ബലികളായ, അതായത് ഹൃദയമില്ലാത്ത വെറും പ്രവൃത്തി മാത്രമായ ബലികളെ, ദൈവവുമായി യാതൊരു യോജിപ്പുമില്ലാത്ത ബലികളെ, ദൈവത്തോട് ചേർച്ചയില്ലാത്ത, ക്രിസ്തുവിൽ വിശ്വാസമില്ലാത്ത, അറിയാത്ത, ദൈവത്തെ അറിയാത്ത, പാപത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത ബലികളെ ദൈവം എങ്ങനെ കാണുന്നത്? അറപ്പോടുകൂടിയാണ് കാണുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ ബലികളും കാഴ്ചകളും എനിക്ക് ആവശ്യമില്ല. ഈ കാളക്കുട്ടികൾ എൻ്റെ അല്ലേ? ഈ ആടുമാടുകൾ എൻ്റെ അല്ലേ? പിന്നെ ഇതിനെ നീ എനിക്ക് ബലിയർപ്പിച്ചാൽ ഞാൻ നിന്നോട് പ്രസാദിക്കുമോ? ഇല്ല, ഞാൻ നിന്നോട് പ്രസാദിക്കത്തില്ല എന്ന് പ്രവാചകന്മാരിലൂടെ അനേക വചനങ്ങളിലൂടെ ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വചനം വീണ്ടും പറഞ്ഞിട്ട് ഹെബ്രായ ലേഖകൻ പറയാണ്, ആ ബലികളും കാഴ്ചകളും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് അവൻ നീക്കിക്കളഞ്ഞു. അവിടെയും കൃത്യമായിട്ട് വചനം പറയുകയാണ്, അങ്ങേ ഹിതം നിറവേറ്റാൻ ഞാൻ വന്നിരിക്കുന്നു. ഇവിടെ ഒരു പ്രവചനമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു പ്രവർത്തിക്കുന്നത്. പഴയ നിയമ പ്രവചനങ്ങൾ, ക്രിസ്തുവിനെ കുറിച്ചുള്ള 2-3 പ്രവചനങ്ങളാണ് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനാണ് ക്രിസ്തു വന്നിരിക്കുന്നത്. ആ വാക്ക് അങ്ങനെ തന്നെ എടുത്താണ് യേശു എന്ത് ചെയ്തത്? ഉപയോഗിക്കുന്നത്. എൻ്റെ ഹിതമല്ല, അങ്ങേ ഹിതം നിറവേറട്ടെ. ഇപ്പം യേശു വന്ന് പറയുകയാണ്, ഓക്കെ കർത്താവേ, ഞാൻ റെഡി, ഓക്കെ പരിപാടിയൊക്കെ റെഡിയാണ്, കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്തായിരിക്കും സംഭവിക്കുക? ഈ പഴയ നിയമ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാവുമോ? അത് ആകുമോ? യേശു ക്രിസ്തുവിൽ സംഭവിക്കാനുള്ള സകല പ്രവചനങ്ങളും പൂർത്തിയായി. അതാണ് ക്രൂശിൽ കിടന്നിട്ട് കർത്താവ് പറയുന്നത്, എല്ലാം പൂർത്തിയായി, യാതൊന്നും ഇനി
പൂർത്തീകരിപ്പാനില്ല. രക്ഷയ്ക്ക് വേണ്ടുന്ന സകല പ്രവചനങ്ങളും, ക്രിസ്തുവിനെ കുറിച്ചുള്ള അവൻ്റെ കാൽവരിയിലെ ക്രൂശിലെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സകല പ്രവചനങ്ങളും പൂർത്തിയായി എന്ന് ആരാണ് പറയുന്നത്? യേശു തന്നെയാണ് വ്യക്തമായിട്ട് പറയുന്നത്, എല്ലാം പൂർത്തിയായി. അപ്പൊ യേശുവിനെ കുറിച്ചുള്ള സങ്കീർത്തനം 40:7-8 വാക്യങ്ങൾ അങ്ങേഹിതം നിറവേറ്റാൻ വന്നു. പുസ്തക ചുരുളിന്റെ ആരംഭത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നു, അങ്ങേഹിതം നിറവേറ്റാൻ. അപ്പൊ ഈ പ്രവചനങ്ങൾ പൂർത്തിയാകണ്ടേ? അപ്പോൾ അവൻ ദൈവമായിരിക്കെ തന്നെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചേ മതിയാകൂ. വീണ്ടും ഹെബ്രായ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം ഒന്ന് എടുക്കുക. ഹെബ്രായ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം. 5-ാം അധ്യായം തുടങ്ങുമ്പോൾ അതിന് മുമ്പ് 4-ാം അധ്യായത്തിൻ്റെ 14 ഒന്ന് വായിക്കാമോ? ഹെബ്രായ ലേഖനം 4:14. ആ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ, ദൈവപുത്രനായ യേശു, നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ അതായത് പിടിക്കാം. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതനായ ക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ പശ്ചാത്തലം പറഞ്ഞു വരുന്നത്, അല്ലേ? അപ്പൊ ക്രിസ്തുവിന്റെ പൗരോഹിത്യമാണ് ഇവിടെ വിഷയം. യേശു ക്രിസ്തു എന്താണ് ബലി നടത്തിയത്? ആ ബലിയിൽ ക്രിസ്തു ചെയ്തത് എന്താണ്? ക്രിസ്തു തന്നെ ബലിവസ്തുവും ക്രിസ്തു തന്നെ പ്രധാന പുരോഹിതനുമായി നിന്നുകൊണ്ട് അവൻ ചെയ്ത പ്രവൃത്തി എന്തുള്ളതാണെന്ന് ഇവിടെ അപ്പസ്തോലൻ വിവരിച്ചു വയ്ക്കുന്നത്. ഹെബ്രായ ലേഖകൻ്റെ ആ പശ്ചാത്തലം എന്താണ്? 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ നമ്മൾ വായിക്കുമ്പോൾ താഴോട്ടുള്ള ആ പശ്ചാത്തലം, ആരാണ് പ്രധാന പുരോഹിതൻ, അവൻ നടത്തിയ ബലി എന്താണ്, ആ ബലിയുടെ ശ്രേഷ്ഠത എന്താണ് അവൻ ചെയ്തു വെക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. വീണ്ടും 5:7 വാക്യം ഒന്ന് വായിക്കാമോ? 5-ാം അധ്യായം 7-ാം വാക്യം. തന്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. ഒരു പ്രധാന പുരോഹിതൻ സഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി, തനിക്ക് വേണ്ടിയിട്ട് തന്നെ പ്രാർത്ഥിക്കും. സ്വാഭാവികമായും ഇതൊരു പുരോഹിതന്റെ പ്രാർത്ഥനയാണ്. യേശു ഒരു പാപവും ചെയ്തിട്ടില്ല. യേശുവിനെ സംബന്ധിച്ചിടത്തോളം പാപത്തിന് വേണ്ടിയിട്ടല്ല യേശു പ്രാർത്ഥിക്കുന്നത്. പകരം ഒരു പുരോഹിതനായിരിക്കെ അവൻ ആ ശുശ്രൂഷ ചെയ്തേ മതിയാകൂ. പഴയ നിയമ ലേവി പൗരോഹിത്യത്തിൻ്റെ ആ പൗരോഹിത്യത്തിൽ അവർ ചെയ്യുന്ന പ്രവൃത്തി, ആ ബലിയുടെ പൂർണ്ണതയ്ക്ക് ലേവി പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ച വ്യക്തിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ആ പുരോഹിതൻ ചെയ്യേണ്ടത്. പഴയത് മുഴുവൻ നിഴലാണെങ്കിൽ അതിൻ്റെ പൂർണ്ണതയാണ് ഇവിടെ ക്രിസ്തു സംഭവിക്കുന്നത്. പണ്ട് അർപ്പിച്ചിരുന്നത് ആടിനെയാണെങ്കിൽ നമ്മുടെ പാപപരിഹാര ബലിക്ക് വേണ്ടിയിട്ട് അർപ്പിക്കപ്പെട്ടത് ആരാണ്? ക്രിസ്തു ആകുന്ന കുഞ്ഞാടാണ്. ആ ക്രിസ്തുവിനെ നോക്കി സ്നാപയോഹന്നാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ കുഞ്ഞാട് എന്ന് വിശേഷിപ്പിക്കുന്നത് പോലും പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായി. അന്ന് സമർപ്പിക്കാൻ പറഞ്ഞ ആ ആടിന്റെ തന്നെ പൂർണ്ണമാണ്, അല്ലെങ്കിൽ പൂർത്തീകരണമാണ്, നിഴലുകളുടെ പൂർണ്ണമാണ് ക്രിസ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ആ പ്രധാന പുരോഹിതൻ്റെ ആ ബലി ഒരിക്കലും ശ്രേഷ്ഠമല്ലെങ്കിലും അത് നിഴലുകളാണെങ്കിലും അതിൻ്റെ പൂർണ്ണത്തിൽ വരുമ്പോൾ യേശുവും പ്രധാന പുരോഹിതനായി നിന്ന് അതേ പ്രവൃത്തി തന്നെ ചെയ്യണ്ടേ? ഇത് തന്നെയാണ് ക്രിസ്തുവോടെ പ്രാർത്ഥിക്കുന്നത്, അങ്ങേ ഹിതം നിറവേറട്ടെ, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങേ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം ആ പ്രവർത്തനം അല്ലെങ്കിൽ ആ വാക്കുകൾ പോലും സങ്കീർത്തനങ്ങളിൽ നിന്നും എന്താണോ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം, ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് 3 പ്രാവശ്യം ചെയ്തതാകട്ടെ, പ്രധാന പുരോഹിതൻ എന്ത് ചെയ്യുന്നു അതേ കാര്യം തന്നെ ഇവിടെ യേശുവും ചെയ്തു വെക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണത, അല്ലെങ്കിൽ അതിൻ്റെ ക്ലാരിഫിക്കേഷനാണ് ഇവിടെ യേശു കൊടുക്കുന്നത് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നേരത്തെ വായിച്ചു വെച്ച സങ്കീർത്തനം 40:6 മുതൽ വായിച്ചാൽ മതി. 6 മുതൽ. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല, ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു, എൻ്റെ കാതുകൾ തുറന്നു തന്നു. ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിച്ചോ, പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായ ലേഖനത്തിൽ എല്ലാം ഈ പഴയ നിയമത്തിൽ നിന്ന് കൃത്യമായ വാക്കുകൾ എടുത്തിട്ട് എഴുതി പോകുന്നത്. അതിൻ്റെ പൂർത്തീകരണം എന്ത്, പഴയ നിയമ ബലി എന്ത്, പുതിയ നിയമ ബലി എന്ത്, എന്താണ് ക്രിസ്തുവിൽ സംഭവിച്ചത്, എന്താണ് യേശു നമുക്ക് വേണ്ടി ചെയ്തത് എന്നുള്ള സകല കാര്യങ്ങളും അവിടെ ചെയ്തു വെച്ചു. ഇപ്പം യേശു പൂർണ്ണ ദൈവം തന്നെയാണ്, പക്ഷെ ആ ദൈവം പ്രാർത്ഥിക്കുന്നത് ദൈവത്തോട് തന്നെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പം യേശു പ്രാർത്ഥിച്ചത് ആരോടായിരിക്കും? യഥാർത്ഥത്തിൽ യേശു പ്രാർത്ഥിക്കുകയല്ല, പകരം എന്ത് ചെയ്യുന്നത്? ആ പഴയ നിയമ പ്രവചനം എടുത്ത് യേശു പറയുകയാണ്, എൻ്റെ ഹിതമല്ല അങ്ങേ ഹിതം നിറവേറട്ടെ. കാരണം നിറവേറപ്പെടേണ്ടത് ഈ പുത്രൻ്റെ ഹിതമല്ല, പിതാവിൻ്റെ ഹിതം തന്നെയാണ് നിറവേറപ്പെടേണ്ടത്. അത് തന്നെയാണ് പ്രവചനം. ആ പ്രവചനത്തിൻ്റെ അതേ വാക്കെടുത്തിട്ടാണ് യേശു പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയാണ് അവിടെ പൂർത്തീകരിക്കുന്നത്.
എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ യേശുവിന് ഇനി ശരീരം ബലഹീനമാണെന്ന് പറയുമ്പോഴും ഈ ഒരു പാനപാത്രം അകന്നു പോകാൻ യേശു ആഗ്രഹിക്കുന്നുണ്ടോ? യേശു ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, യേശു അത് ആഗ്രഹിച്ചിട്ടല്ല പ്രാർത്ഥിക്കുന്നത്. പകരം ആ വിഷയമാണ് അവിടെ പറയുന്നത്. എൻ്റെ ഹിതമല്ല അങ്ങേ ഹിതം നിറവേറ്റപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെ ആണ് അവിടെ പറയുന്നത്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. 3 പേരെ പ്രത്യേകമായി പ്രാർത്ഥന കേൾക്കാൻ വിളിച്ചു കൊണ്ടുപോയി. ആരൊക്കെ കൊണ്ടുപോയി? പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൊണ്ടുപോയി. ഇവർ 3 പേരെയും പ്രത്യേകമായി കൊണ്ടുപോയ സ്ഥലങ്ങളെല്ലാം എവിടെയാണെന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കി. എവിടെയൊക്കെ കൊണ്ടുപോയി? താബോർ മലയിൽ കൊണ്ടുപോയി, ഒരു ബാലികയെ ഉയർപ്പിച്ചപ്പോഴും കൊണ്ടുപോയി. ഇങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം വരുമ്പോഴും ഇവർ 3 പേരെ തന്നെ കൊണ്ടുപോയി. എന്നാൽ മാറി മാറി കൊണ്ടുപോയോ യേശു? ഇല്ല, ഇവർ 3 പേരെ തന്നെയാണ് സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോകുന്നത്. ഇവിടെ ബാലികയെ ഉയർപ്പിക്കുമ്പോൾ യേശു അവിടെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു. യേശു പറയുന്നൊരു കാര്യമുണ്ട്, പിതാവ് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ടായിരിക്കേണ്ടതിന് താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. യേശു വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് യോഹന്നാൻ സുവിശേഷത്തിൽ. യേശു തന്നെ അവർക്ക് ജീവൻ നൽകുന്നു. ഇത് കാണിച്ചു കൊടുക്കാൻ, ദൈവത്തിൻ്റെ മഹത്വ പ്രത്യക്ഷത അല്ലെങ്കിൽ ആ മഹത്വത്തെ കാണിച്ചു കൊടുക്കാൻ ഇവരെ 3 പേരെയും മാത്രം ആ റൂമിൻ്റെ അകത്ത് കയറ്റി. അല്ലെ, വേറെ ആരെങ്കിലും കയറ്റിയോ? ശിഷ്യന്മാരിൽ ആരെങ്കിലും അതിനകത്ത് കയറിയതായിട്ട് പറയുന്നുണ്ടോ? ഇല്ല. മത്തായി, മർക്കോസ്, ലൂക്കോസ്, അല്ലെങ്കിൽ ലൂക്കൊന്നും അവിടെ ഇല്ല, അല്ലെങ്കിൽ മർക്കോസൊന്നും അവിടെ ഇല്ല. വേറെ ഒരു ശിഷ്യന്മാരും അല്ലെങ്കിൽ യൂദാസ് കറിയോത്തനൊന്നും അതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ കാണുന്നില്ല. പകരം യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും അവിടെ അകത്ത് കയറ്റി. ഇനി താബോർ മലയിലേക്ക് പോയപ്പോഴും ഇവർ 3 പേരെ വ്യക്തമായിട്ട് കൊണ്ടുപോയി. താബോർ മലയിൽ യേശുവിൻ്റെ ഡിവിനിറ്റി ആണോ അവർ കണ്ടത്? യേശുവിൻ്റെ ഹ്യൂമാനിറ്റി ആണോ അവർ കണ്ടത്? യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വമാണോ അവർ കണ്ടത്? യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമാണോ കണ്ടത്? 2 പത്രോസ് 1:16 മുതൽ നമുക്ക് വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവ്വം മെനഞ്ഞെടുത്ത കൽപ്പിത കഥകളെ വിശ്വസിച്ചത് കൊണ്ടല്ല, ഞങ്ങൾ അവൻ്റെ ശക്തി പ്രഭാവത്തിൻ്റെ ദൃക്സാക്ഷികളായതുകൊണ്ടാണ്. പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, യേശുവിൻ്റെ മഹത്വത്തെക്കുറിച്ച്, യേശു ക്രിസ്തുവിൻ്റെ ശക്തിയെക്കുറിച്ച്, അവൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ച്, അവൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയത്, ഞാൻ നിങ്ങളോട് പ്രഖ്യാപിച്ചത് ഏതെങ്കിലും കൽപ്പിത കഥകൾ കണ്ടിട്ടല്ല, ഏതെങ്കിലും മിത്തോളജി പുസ്തകങ്ങൾ കണ്ടിട്ടല്ല, ഏതെങ്കിലും സ്വപ്നം കണ്ടിട്ടല്ല, ഏതെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടല്ല. പകരം ഞങ്ങൾ ആ മഹത്വത്തിൻ്റെ രൂപത്തിലുള്ള ദൃക്സാക്ഷികളാണ്. അവിടെ ഞങ്ങൾ കണ്ടത്, നേരിട്ട് കണ്ടതാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ നിങ്ങളോട് വെളിപ്പെടുത്തുന്നത് എന്നുള്ളതാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. വീണ്ടും താഴോട്ട് വചനം വായിക്കുമ്പോൾ, പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു. ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മഹത്വം, പിതാവായ ദൈവത്തിന്റെ മഹത്വം. യേശു പറയുന്നുണ്ട്, ലോക സ്ഥാപനത്തിന് മുൻപ് പിതാവേ അങ്ങയോടുകൂടെയുള്ള മഹത്വം എനിക്ക് നൽകണമേ എന്ന് യേശു പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ലോക സ്ഥാപനത്തിന് മുൻപ് പിതാവിനോട് കൂടെ ഈക്വലായിട്ടുള്ളൊരു മഹത്വം, ദൈവപിതാവിനോട് ചേർന്നുള്ളൊരു മഹത്വം. ആ മഹത്വം തന്നെയാണ് ആർക്കുള്ളത്? ക്രിസ്തുവിനുള്ളത്. ആ ക്രിസ്തുവിനുള്ള ആ മഹത്വത്തെ ആർക്ക് കാണിച്ചു കൊടുത്തു? ഇവിടെ പത്രോസിന് കാണിച്ചു കൊടുത്തു, യാക്കോബിന് കാണിച്ചു കൊടുത്തു, യോഹന്നാന് കാണിച്ചു കൊടുത്തു. വളരെ വ്യക്തമായി കർത്താവിൻ്റെ ഡിവിനിറ്റി, അവൻ്റെ മഹത്വപൂർണത, അവൻ്റെ ഗ്ലോറി, ദൈവപിതാവിൻ്റെ ഗ്ലോറി തന്നെയാണ് പുത്രനിലുള്ളതെന്ന് യേശു ഇതാ താബോർ മലയിൽ കാണിച്ചു കൊടുത്തു. അതാണ് പത്രോസ് എഴുതി വെക്കുന്നത്, പിതാവായ ദൈവത്തിൽ നിന്നും ബഹുമാനവും മഹത്വവും അവൻ്റെ ഗ്ലോറി പൂർണ്ണമായി അവനിൽ സ്വീകരിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമ പ്രഭാവത്തിൽ നിന്നും അവൻ്റെ അടുത്ത് വരികയും ചെയ്തു. സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു. എന്തെന്നാൽ അവനോടുകൂടെ വിശുദ്ധ മലയിൽ ഞങ്ങളും ഉണ്ടായിരുന്നു. താബോർ മലയിലെ ദൈവത്തിൻ്റെ മഹത്വ പ്രത്യക്ഷീകരണം, അവൻ്റെ മഹത്വം ഞങ്ങൾ കണ്ടു, ആ ശബ്ദം ഞങ്ങൾ കേട്ടു, അത് ദൈവമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്നാര് പറയുക? പത്രോസ് ഇതാ ലേഖനത്തിൽ വിളിച്ചു പറയുക. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഈ 3 പേരെ മാത്രം നമ്മൾ മാറ്റി നിർത്തി, ബാക്കി 8 പേരെയും കുറച്ച് അകലെയായി നിർത്തി. കാരണം ദൈവത്തിൻ്റെ ആ പൂർണ്ണത, യേശുവിൻ്റെ ഡിവിനിറ്റിയെ കണ്ടവരെയാണ് യേശുവിൻ്റെ ഹ്യൂമാനിറ്റിയുടെ പൂർണ്ണതയും കാണിച്ചു കൊടുക്കാൻ കർത്താവ് കൊണ്ട് നിർത്തിയത്. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ഇവരെ 3 പേരെയും മാറ്റി നിർത്തിയതിൻ്റെ കാരണം യേശുവിൻ്റെ ഡിവിനിറ്റിയുടെ പൂർണ്ണത ആരാ കണ്ടിട്ടുള്ളത്? മത്തായി കണ്ടിട്ടുണ്ടോ? ഇല്ല. യൂദാ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ ഡിവിനിറ്റിയുടെ പൂർണ്ണത കണ്ട ആ 3 പേരെ തന്നെ കൊണ്ടുവന്ന് കൂടെ നിർത്തി. അവൻ്റെ ഹ്യൂമാനിറ്റിയുടെ പൂർണ്ണതയും നിങ്ങൾ കാണണം. അതിനുവേണ്ടി യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന പോലും മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കുന്ന ദൂരത്തിൽ
തൻ്റെ പ്രാർത്ഥന എന്താണെന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ദൂരത്തിൽ ഈ ശിഷ്യന്മാരെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങരുത്, ഉണർന്നിരിക്കണം. കാരണം ഡിവിനിറ്റിയെ കണ്ടവൻ അവൻ്റെ ഹ്യൂമാനിറ്റിയെ കൂടി കാണണം. കാരണം നിന്റെ രക്ഷയിരിക്കുന്നത് അവൻ ശരീരത്തിൽ നിനക്ക് വേണ്ടി ഏറ്റ പീഡകളാണ്. നിന്റെ രക്ഷയിരിക്കുന്നത് അവൻ ശരീരത്തിൽ നിനക്ക് വേണ്ടി വഹിച്ച കഷ്ടതകളാണ്. അവൻ ശരീരത്തിൽ നിനക്ക് വേണ്ടി ബലിയായതാണ്. അവൻ ശരീരത്തിൽ നിനക്ക് വേണ്ടി കഷ്ടം സഹിച്ചതാണ്. അവൻ ശരീരത്തിൽ കാൽവരിയിൽ നിനക്ക് വേണ്ടി ക്രൂശിതനായതാണ്. അത് നീ തിരിച്ചറിയണം. അവൻ വെറും ഒരു മനുഷ്യൻ മാത്രമല്ല, അവൻ ദൈവവും അവൻ മനുഷ്യനുമാണെന്ന് നീ തിരിച്ചറിയണം. അതുകൊണ്ട് ആ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും അവൻ്റെ ഡിവിനിറ്റിയെ ദർശിച്ച, അവൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിച്ച അതേ വ്യക്തികളെ തന്നെ അവൻ്റെ ഹ്യൂമാനിറ്റിയെയും ദർശിക്കുവാൻ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് വല്ല യോഗ്യത ഉണ്ടായിട്ടാണോ നമ്മളിലേക്ക് അവൻ കടന്നു വരുന്നത്? പാപിയായ, ദൈവത്തിൻ്റെ മുഖത്ത് നോക്കാൻ ഒരു കഴിവുമില്ലാത്ത, ദൈവത്തെ അറിയാനോ സ്നേഹിക്കാനോ അവൻ്റെ മുൻപിൽ ഒരു വാക്ക് പോലും പറയാനോ യാതൊരു വിധത്തിലും ക്വാളിറ്റി ഇല്ലാത്ത എന്നെ, നമ്മളെ ഓരോരുത്തരെയും ക്രിസ്തുവിൻ്റെ മുൻപിൽ അവൻ കൊണ്ടുവന്ന് നിർത്തി. അവൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ നമ്മളെ ചേർത്ത് നിർത്തി. കർത്താവ് നമ്മളൊരു പ്രാർത്ഥന പഠിപ്പിച്ചു. എന്താ പ്രാർത്ഥന? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ നമ്മളെ പഠിപ്പിച്ചു. നമ്മുടെ യോഗ്യത കൊണ്ടാണോ? ആണോ? അവനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ വല്ല യോഗ്യത നമുക്ക് നമ്മുടേതായിട്ടുണ്ടോ? എൻ്റെ കുടുംബ മഹിമയാണോ? എൻ്റെ പ്രവൃത്തിയുടെ ഫലമാണോ? എൻ്റെ ഏതെങ്കിലും ഒരു ക്വാളിറ്റി വെച്ചിട്ടാണോ? അല്ല. ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ ദൈവം നൽകുന്ന ആ വലിയൊരു അനുഗ്രഹം യേശുവിനറിയാം. യേശു ചെയ്യാൻ പോകുന്ന പ്രവൃത്തി, അവൻ കാൽവരിയിൽ നമ്മളെ രണ്ടിനെ വേർതിരിച്ചിരുന്നതിനെ അവൻ മാറ്റി, അവൻ ഒന്നാക്കി മാറ്റി. ആ വേർപാട് അവൻ മാറ്റി നിർത്തി. നമുക്ക് മുമ്പിലുണ്ടായിരുന്ന ഒരു മതിൽ അവൻ തകർത്ത് കളഞ്ഞു. ദൈവത്തിനും മനുഷ്യർക്കും മുൻപിൽ ഉണ്ടായിരുന്ന ആ തിരശ്ശീലയെ അവൻ രണ്ടായി വലിച്ചു കീറിക്കളഞ്ഞു. ദൈവത്തിന്റെ മുൻപിൽ നിൽക്കാനുള്ള യോഗ്യത നമുക്ക് നൽകി. ദൈവത്തിന്റെ മുൻപിൽ നിന്റെ യാചനകളും പ്രാർത്ഥനകളും എത്തിക്കുവാനുള്ള യോഗ്യത അവൻ നൽകി. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ അവൻ നമുക്ക് യോഗ്യത നൽകി. ഇത് മുഴുവൻ നൽകിയത് അവൻ ഈ ഭൂമിയിൽ, അവന്റെ ഹ്യൂമാനിറ്റിയിൽ ഈ ഭൂമിയിൽ വന്നുകൊണ്ടാണ്. അവന്റെ ദൈവത്വം അവിടെ നിൽക്കുമ്പോൾ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനായി അവൻ ഈ ഭൂമിയിൽ വന്നു. അതാ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനത്തിൽ വ്യക്തമായിട്ട് എഴുതുക, ദൈവത്തിന്റെ സമാനത അവൻ നിലനിർത്തിയില്ല. കാരണം ദൈവത്തിന്റെ മുൻപിൽ നിൽക്കാൻ ഒരു യോഗ്യത നമുക്കില്ല. മോശയുടെ മുൻപിൽ വെളിപ്പെട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, നീ നിൽക്കുന്നിടം പരിശുദ്ധമാണ്, നിന്റെ പാദരക്ഷകൾ അഴിച്ചിടുക. ദൈവത്തെ കണ്ടവൻ മരിക്കും എന്ന് പഴയ നിയമ വിശ്വാസികൾ മുഴുവൻ വിശ്വസിച്ചു. കാരണം ദൈവത്തിന്റെ ഗ്ലോറി അത്രത്തോളം വലുതായിരുന്നു. മോശയോട് കർത്താവ് പറഞ്ഞു, നിനക്ക് എൻ്റെ ഗ്ലോറിയുടെ പൂർണ്ണത നിനക്ക് കാണാൻ പറ്റത്തില്ല, കണ്ടാൽ നീ മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് ദൈവം തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് അവൻ കടന്നു വരികയാണ്. എന്തിനു വേണ്ടി കടന്നു വന്നു? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മളെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി, നമ്മളെ വിശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടി. ഞാൻ ഒന്നുമല്ലാതിരിക്കെ, ഞാൻ പൂർണ്ണ പാപിയായിരിക്കെ ഞാൻ വിശുദ്ധി പ്രാപിച്ചിട്ടാണോ അവൻ എനിക്ക് വേണ്ടി കടന്നു വന്നത്? അല്ല. ഞാൻ ചേറ്റിൽ കിടന്നപ്പോൾ, ഞാൻ പാപിയായിരുന്നപ്പോൾ, ഞാൻ തിന്മ ചെയ്തവനായിരുന്നപ്പോൾ എന്നിലേക്ക്, നമ്മിലേക്ക് കടന്നു വന്നവനാ കർത്താവ്. അതാ കർത്താവ് നമ്മളോട് ചെയ്തൊരു വലിയ പ്രവൃത്തി എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് പൂർണ്ണമായി സമർപ്പിച്ചേ. പലപ്പോഴും ഗെത്സമേനിൽ അവൻ പ്രാർത്ഥിച്ചപ്പോഴെല്ലാം നമ്മൾ ചിന്തിച്ചൊരു വിഷയമുണ്ട്. അയ്യോ, എന്തിനാ യേശു പ്രാർത്ഥിക്കുന്നേ? എന്തിനാ അവൻ ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കുന്നേ? ഈ നിമിഷം എന്നിൽ നിന്ന് അകന്നു പോകണമെന്ന് അവൻ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാ? അവന് കഴിയാത്തത് കൊണ്ടാണോ? അവൻ അത്രത്തോളം വിഷമിക്കുന്നതുകൊണ്ടാണോ? അവന്റെ വേദന മാത്രമാണോ? പ്രിയമുള്ള ജനമേ, കർത്താവിന്റെ വചനം പറയുക, ശരീരം ബലഹീനമാ, ആത്മാവ് സന്നദ്ധമാ. അവൻ ഒരു മാജിക് കാണിച്ച് ഈ ഭൂമിയിൽ വന്നവനല്ല. അവൻ ദൈവമായിരിക്കെ എന്നെ പോലെ നിന്നെ പോലെ സകല വികാരങ്ങളോടും സകല വിചാരങ്ങളോടും സകല മേഖലകളോടും പൂർണ്ണമായി സമമായി തന്നെ അവൻ ഈ ഭൂമിയിൽ വന്നു. എന്നാൽ പാപമൊഴികെ സകലത്തിലും അവൻ നമ്മോട് അനുരൂപപ്പെട്ടു എന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പാപമൊഴികെ തന്റെ സഹോദരരോട് പൂർണ്ണമായി അവൻ യോജിച്ചു. എല്ലാ കാര്യത്തിലും അവൻ നമ്മളോടൊപ്പം നിന്നു. അവൻ നമുക്ക് കാണിച്ചു തന്നു, ഒരു മനുഷ്യനായിരിക്കുമ്പോൾ
നിന്റെ വികാരത്തിലും വിചാരത്തിലും നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദനയിലും നിന്റെ മക്കൾ നിനക്ക് നഷ്ടപ്പെടുമ്പോഴും, നിന്റെ സഹോദരങ്ങൾ നിന്നെ എതിർക്കുമ്പോഴും, നിന്റെ ചുറ്റുപാടുകൾ നിനക്കെതിരായി ശക്തമായി യുദ്ധങ്ങൾ വെക്കുമ്പോഴും, നിന്റെ സമ്പത്തും നിന്റെ ആരോഗ്യവും സകലതും നശിച്ചു പോകുമ്പോഴും നിനക്ക് പ്രത്യാശിക്കാൻ ഒരേ ഒരുവരേ ഉള്ളൂ. അവനാണ് സർവശക്തനായ ദൈവം, ഈ ഭൂമിയിൽ വന്നവനായ യേശു ക്രിസ്തു. അവൻ ദൈവത്തിന്റെ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നവനാ. നിന്റെ പാപങ്ങൾക്ക് വേണ്ടി കടന്നു വന്നവനാ. നിന്റെ പാപത്തെ കണക്കാക്കാതെ, നിന്റെ സകല മേഖലകളെയും കണക്കാക്കാതെ നിന്നെ വിശുദ്ധീകരിപ്പാൻ അവൻ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചറിഞ്ഞേ, കർത്താവ് ചെയ്ത വലിയ സ്നേഹം എത്രത്തോളം വലുതാ, അവന്റെ അനുഗ്രഹം എത്രത്തോളം വലുതാ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനയെ ദൈവം ആഗ്രഹിക്കുന്നത് എങ്ങനെയാ? നിന്റെ ഇഷ്ടവും നിന്റെ ആഗ്രഹവും നിന്റെ ശാരീരികമായ സുഖവും സന്തോഷവും അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്, നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്നെ ഉദരത്തിൽ ഉരുവാകുമ്പോഴേ, അമ്മയുടെ ഉദരത്തിൽ നിന്നെ ഉരുവാക്കുമ്പോഴേ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്നെ കുറിച്ച് ശാശ്വതവും അനുഗ്രഹപ്രദവുമായ ഒരു പദ്ധതിയുണ്ട്. അത് നടപ്പിലാക്കുവാനൊന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് കഴിയും? നിന്റെ ആവശ്യം ദൈവത്തോട് പറഞ്ഞോ? നിന്റെ ഇഷ്ടം പറഞ്ഞോ? നിന്റെ ആവശ്യം നീ ദൈവത്തോട് ചോദിച്ചോ? പക്ഷെ കർത്താവിനോട് പറയുന്നു, കർത്താവേ, എന്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറണം, നിന്റെ ആഗ്രഹം നിറവേറണം. കാരണം എന്റെ ഹിതം ഒരുപക്ഷെ ഭൗതികമായിരിക്കാം, എന്റെ ഹിതം മാനുഷികമായിരിക്കാം, എന്നാൽ ദൈവത്തിന്റെ ഹിതം അത് ദൈവികമായിരിക്കും. അതെന്റെ മേൽ നടപ്പിലാക്കപ്പെടുന്നുവെങ്കിൽ അതൊരിക്കലും തെറ്റത്തില്ല, അത് പരാജയപ്പെടത്തില്ല, അത് വിജയിക്കും. അത് പരാജയപ്പെടത്തില്ല, അത് ഉറപ്പായിട്ടും വിജയിക്കും. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയണം, നിന്റെ ഹിതമാണ് നിറവേറ്റപ്പെടേണ്ടത്. കണ്ണുകൾ അടച്ചിട്ട് കർത്താവിനോട് പറഞ്ഞേ, നിൻ ഹിതം ഇന്നും എന്നിൽ നിറവേറട്ടെ, നിൻ ഇഷ്ടങ്ങൾ എന്നിൽ പൂർണ്ണമാകട്ടെ. നിൻ ഹിതമെന്നിലെന്നും നിറവേറട്ടെ, നിന്നിഷ്ടങ്ങൾ എന്നിൽ പൂർണ്ണമാകട്ടെ. നിൻ ഹിതമെന്നിലെന്നും നിറവേറട്ടെ, നിന്നിഷ്ടങ്ങൾ എന്നിൽ പൂർണ്ണമാകട്ടെ. ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ. ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ.